അസ്സലാമു അലൈക്കും. ഞാനിന്ന് ചെയ്യാൻ പോണത് ഇത് ഫ്രൈ ചെയ്തിട്ട് മുളകിട്ട് ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പോവാണ്. ഒരു സ്പെഷ്യലാണ്. അപ്പം ഓക്കെ, തുടങ്ങാം. ഇത് മുളക് പൊടി, പെരിഞ്ചീരക, ഗരം മസാല. ഇത് ചിക്കൻ പൊരിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മസാലയാണ്. അത് ഞാൻ പിന്നെ കാണിക്കാം. ഇത് വന്നിട്ട് ചിക്കൻ പൊടി, ഇത് വലിയ ജീരകം, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇടിച്ചത്, പിന്നെ ഇത് സ്ലോപ്പിയ മീൻ, അത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചതാണ്. കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടു. മീനിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കും. ഇത് നല്ല രീതിയിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യണം. അതിനൊരു ഫ്രൈ പാൻ എടുക്കട്ടെ. ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കാം, ചൂടാക്കാം. ഇത് ആദ്യം വെച്ച മുളകിട്ട കറിയാണ്. അത് റെഡി ആയിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ആവണ്ട. ഇത് ചെറിയൊരു മീൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു വേവ് മാത്രം മതി. മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുക് പൊട്ടിക്കണം. കുറച്ച് കടുക്. അതിനുശേഷം നമ്മൾ മസാല പുരട്ടിയതിൻ്റെ ബാക്കി മസാലയാണ്. അതിൽ മീനിൽ പുരട്ടിയതിന് ശേഷമുള്ള ബാലൻസാണ്. അത് ഇതിലേക്ക് ചൂടാക്കുക. അപ്പം ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടെ ഇടണം. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഇതിലേക്ക് കുറച്ച് വാളംപൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോ കഷ്ണങ്ങൾ എടുത്ത് വെച്ച് കൊടുക്കുക. ഇട്ട് കൊടുക്കുക. ഇത് ഞാനുണ്ടാക്കിയ ചിരട്ടത്തവിയാണ്. എങ്ങനെയുണ്ട്? കുറച്ച് കറിവേപ്പില. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. ഇപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ പറയണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചിരട്ടത്തവിയുണ്ട്. ഇതിൻ്റെ കമ്പ് ഭയങ്കര നീളമായതുകൊണ്ട് നമ്മളെ കയ്യിലൊന്നും ചൂട് കൊള്ളത്തില്ല. നമുക്ക് നല്ല